വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് SCERTയിലെ കേരള ജോഗ്രഫിയാണ്. അപ്പോൾ നമ്മുടെ BFAയുടെ സിലബസ് അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്ലാസ്സുകളാണ്. കേരള ജോഗ്രഫിയിലെ കംപ്ലീറ്റ് ക്ലാസ്സാണ് നമ്മളിടാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യ ചാപ്റ്റർ നോക്കാം. പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലവെച്ചും സ്വച്ഛാബ്ദി മണൽത്തിട്ടാം പാദോപദാനം പൂണ്ടും പള്ളി കൊണ്ടുവിടുന്ന നിൻ പാർശ്വയുഗ്മത്തെ കാത്ത് കൊള്ളുന്നു കുമാരിയും ഗോകർണേശ്വരം അമ്മേ. മാതൃവന്ദനം എന്ന കൃതി വള്ളത്തോൾ നാരായണ മേനോൻ്റെ വരികളാണിവ. അപ്പോൾ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. മാതൃവന്ദനം എന്ന കൃതി ആരുടേതാണ്? വള്ളത്തോൾ നാരായണ മേനോൻ്റേതാണ്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് കാണാൻ സാധിക്കും. തീരപ്രദേശം 7.5 മീറ്ററിൽ താഴെയാണ്. 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിൽ ഇടനാടുണ്ട്. 75 മീറ്ററിന് മുകളിലാണ് മലനാട് കാണപ്പെടുന്നത്. ഭൂപടം നിരീക്ഷിച്ച് താഴെ പറയുന്നവ കണ്ടത് നോട്ട്ബുക്കിൽ കുറിക്കൂ എന്നൊക്കെ കുട്ടികൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രം നോക്കിപ്പോവാം. മലനാട് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതങ്ങളും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണിത്. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാഭവുമായ പ്രദേശമാണ് മലനാട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. അപ്പോൾ 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതാണ് മലനാട് എന്ന് പറയുന്നത്. 44 നദികളും ഉത്ഭവിക്കുന്നത് മലനാടിൽ നിന്നാണ്. ഇടനാട് 7.5 മുതൽ 75 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിൻ്റെ ഉയരം. അപ്പോൾ തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഇതിൻ്റെ ഉയരം. ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളുമൊക്കെയാണ് ഇടനാടിൻ്റെ സവിശേഷതകൾ. തീരപ്രദേശം ലക്ഷദ്വീപിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണിത്. കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് കേരളത്തിൻ്റെ കാലാവസ്ഥയാണ്. ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് കേരളം. കേരളത്തിൽ പ്രധാനമായും 2 മഴക്കാലങ്ങളുണ്ട്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ കാലവർഷം, വടക്കു കിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷം. കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. കേരളത്തിലെ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് മാസം വരെയാണ്. ഇക്കാലത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു. വേനൽക്കാലത്ത് ഇടയ്ക്കെത്തുന്ന മഴ ചൂടിൻ്റെ തീവ്രതയ്ക്ക് കുറച്ച് ആശ്വാസം നൽകുന്നു. ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് വായിച്ചു നോക്കാം. മൺസൂൺ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൻ്റെ തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. കടലിൽ നിന്നും വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹിനികളാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു. ഇതിൻ്റെ ഫലമായിട്ട് കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. കേരളത്തിലിത് കാലവർഷം എന്നറിയപ്പെടുന്നു. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർവിപരീത ദിശയിൽ വടക്കു കിഴക്ക് നിന്ന് വീശുന്നു. ഈ കാറ്റുകൾ വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നു. ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഈ മഴക്കാലം കേരളത്തിൽ തുലാവർഷം എന്നറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് തുലാവർഷം, എന്താണ് കാലവർഷം എന്നൊരു ഡീറ്റെയിൽഡ് നോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. കേരളത്തിലെ മണ്ണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മണ്ണേ നമ്പിലേലയ മരമിറുക്ക് എന്നൊരു പാട്ടാണ്. അത് അട്ടപ്പാടിയിലെ ഇരുളരുടെ പാട്ടാണ്. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ജലവും വായുവും ഒരുപോലെ പ്രാധാന്യമുള്ളവയാണ് മണ്ണ്. മണ്ണും മനുഷ്യനും തമ്മിലുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ് മനുഷ്യ സംസ്കാരം രൂപപ്പെട്ടത്. മണ്ണില്ലെങ്കിൽ സസ്യങ്ങളില്ല, അവയെ ആശ്രയിക്കുന്ന ജീവികളുമില്ല. എങ്ങനെയാണ് മണ്ണ് രൂപപ്പെട്ടതെന്ന് നോക്കാം. ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പിന് കാരണമായ പ്രധാന ഘടകങ്ങളൊന്നാണ് മണ്ണ്. പാറ പൊടിഞ്ഞ് മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ട് നടക്കുന്നു. ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം,
സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുത്തുന്നതിന് കാരണമാകുന്നു. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാനായിട്ട് 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരും എന്നാണ് പറയുന്നത്. ചെങ്കൽ മണ്ണുണ്ട്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ് എന്നിവയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ. കറുത്ത മണ്ണ്, പീറ്റുമണ്ണ് എന്നിവയും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡിസംബർ 5 ലോക മണ്ണ് സംരക്ഷണ ദിനമായിട്ട് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത്. ഡിസംബർ 5. കേരളത്തിലെ ജലസ്രോതസ്സുകൾ. കിഴക്ക് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിറക്കങ്ങളോടുകൂടി ചരിവായി നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റേത്. സഹ്യപർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കായലിലേക്കും കടലിലേക്കും ഒഴുകുന്ന നദികൾ കേരളത്തെ ജലസമൃദ്ധമാക്കുന്നു. ഇവ കൂടാതെ നിരവധി തടാകങ്ങളും കുളങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. ഇവയിൽ 3 നദികൾ കിഴക്കോട്ടും 41 നദികൾ പടിഞ്ഞോട്ടുമാണ് ഒഴുകുന്നത്. 2 മഴക്കാലങ്ങളിലൂടെ നമ്മുടെ ജലാശയങ്ങൾ സമ്പന്നമാകുന്നുണ്ടെങ്കിലും മഴക്കാലം കഴിയുന്നതോടെ അവയിൽ പലതും വറ്റിപ്പോകുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ലോകത്തിലെ ആകെ ജലലഭ്യതയുടെ വളരെ ചെറിയൊരു അളവ് മാത്രമേ ശുദ്ധജലമായിട്ടുള്ളൂ. അമൂല്യമായ ശുദ്ധജലം സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. മഴക്കുഴി, മഴവെള്ള സംഭരണി, തടയിണ, പുതയിടൽ തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിച്ച് ജലസംരക്ഷണം ഉറപ്പാക്കാൻ കഴിയും. ജലാശയങ്ങൾ മലിനപ്പെടുന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാകുന്നു. നിലവിലുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാനും പരിപാലിക്കാനും സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇത് ഏത് മിഷൻ അല്ലെങ്കിൽ ഏത് വകുപ്പാണ് നിർവഹിക്കുന്നത് എന്നുകൂടി പഠിച്ചേക്കാം. ഇനി ഞാൻ ഒഴുകട്ടെ ഹരിത കേരളം മിഷൻ്റെ ഒരു പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. മാലിന്യമുക്ത കേരളം നവകേരളം, മാലിന്യമുക്ത നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പദ്ധതിയാണ്. തെളിനീരൊഴുകും നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പദ്ധതിയാണ്. ജൽ ജീവൻ മിഷൻ ആരുടെയാണ്? കേന്ദ്ര സർക്കാരിൻ്റെയാണ്. ഇതൊക്കെ ഇനി ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ജൽ ജീവൻ മിഷൻ കേന്ദ്ര സർക്കാരിൻ്റെതാണ്. ഇനി ഞാൻ ഒഴുകട്ടെ ഹരിത കേരള മിഷൻ്റേതാണെന്ന് ഓർക്കുക. കേരളത്തിൻ്റെ വിളവൈവിധ്യം കാണിച്ചുകൊണ്ടുള്ള ചെറിയ പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ വേണ്ട കാര്യങ്ങൾ മാത്രം പഠിക്കാം. ഓരോ പ്രദേശത്തെയും കൃഷി, അവിടുത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മണ്ണ്, ജലസേചന സൗകര്യം, സമുദ്രത്തിൽ നിന്നുള്ള ഉയരം എന്നിവയൊക്കെ കൃഷിയെ എന്ത് ചെയ്യുന്നു? സ്വാധീനിക്കുന്നു. ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ തേയില വ്യാപകമായി കൃഷി ചെയ്യുന്നു. പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും എന്താണ്? നെൽകൃഷി വ്യാപകമാണ്. വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ വ്യത്യസ്തമായ വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നു. സമുദ്രത്തിൽ നിന്നുള്ള ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, ചരിവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിൽ തേയില, ഏലം, കാപ്പി, കുരുമുളക് മുതലായ വിളകൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നു. ഭൂപ്രകൃതിയും മണ്ണിൻ്റെ സവിശേഷതകളും ഇടനാട്ടിലെ വിളവൈദ്യത്തിന് കാരണമാകുന്നു. മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളോടൊപ്പം ഇടനാട്ടിൽ വാഴകൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. തീരപ്രദേശത്ത് എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ്. തെങ്ങ് സമൃദ്ധമായി വളരുന്നതിന് ഇവിടുത്തെ ഉപ്പുരസമുള്ള മണ്ണ് സഹായകമാണ്. കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നുമുണ്ട്. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലുമുള്ള മണ്ണ്, നിലനിൽക്കുന്ന കാലാവസ്ഥ, ലഭിക്കുന്ന മഴ എന്നിവയ്ക്കനുസൃതമായിട്ടാണ് അവിടുത്തെ കൃഷി രൂപപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ പല ആഘോഷങ്ങളും കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ഏറെ ബന്ധമുള്ളവയാണ്. അതുപോലെ വിഷുവിനും വിളവെടുപ്പുമായിട്ട് ബന്ധമുണ്ട്, ഓണത്തിനും വിളവെടുപ്പുമായിട്ട് ബന്ധമുണ്ട്. മഴക്കാലത്തിന് ശേഷം കേരളത്തിലെ ജലാശയങ്ങളിൽ നടക്കുന്ന വള്ളംകളി മത്സരങ്ങൾ, വയലുകളിൽ നടക്കുന്ന കാളപ്പൂട്ട് മത്സരങ്ങൾ എന്നിവ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. കേരളത്തിലെ തൊഴിൽ വൈവിധ്യം നോക്കാം. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലും വൈവിധ്യമാർന്ന കാർഷിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കൃഷി മാത്രമാണോ കേരളത്തിലെ ജനങ്ങൾ ഏർപ്പെടുന്ന തൊഴിൽ മേഖല എന്നാണ് ചോദിക്കുന്നത്. ജനജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി കാർഷിക രംഗത്തെ പുരോഗതിയോടൊപ്പം പ്രധാനമാണ് മറ്റു തൊഴിൽ മേഖലകളിലെ പുരോഗതിയും. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പുരോഗതി നിർണ്ണയിക്കുന്നതിൽ അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾക്കും
മനുഷ്യവിഭവ ശേഷിക്കും പങ്കുണ്ട്. ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുഗുണമായാണ് അവിടുത്തെ തൊഴിൽ സംസ്കാരം രൂപപ്പെട്ടിരിക്കുന്നത്. കായലോരങ്ങളിലെ തൊണ്ടുതല്ലലും കയറുപിരിക്കലും കുട്ടനാട്ടിലെ നെൽകൃഷിയും താറാവ് വളർത്തലുമൊക്കെ ഈയൊരു തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ചിത്രങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് തൊഴിൽ മേഖലകൾ കേരളത്തിലുള്ളത് എന്ന്. കേരളവും പ്രകൃതി ദുരന്തങ്ങളും എന്താണെന്ന് നോക്കാം. കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയും അനുകൂലമായ കാലാവസ്ഥയും ജനജീവിതം സുഗമമാക്കുമെന്ന് നാം കണ്ടു. എന്നാൽ ചില സന്ദർഭങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകാറുണ്ട്. ഇനി കേരളത്തിലെ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ചുഴലിക്കാറ്റ്, കാട്ടുതീ, അതുപോലെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു. 2004 ഉണ്ടായ സുനാമി കേരളത്തിൽ വലിയ മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ കെടുതികൾക്കൊക്കെ കാരണമായിരുന്നു. കവളപ്പാറ ഉരുൾപൊട്ടൽ നമുക്കറിയാം 2019 അതിൻ്റെ ചെറിയൊരു ദൃശ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പെട്ടിമുടി ഉരുൾപൊട്ടൽ 2020 പെട്ടിമുടി ഉരുൾപൊട്ടലും കൊടുത്തിട്ടുണ്ട്. 2018 കേരളത്തിലുണ്ടായ വലിയ പ്രളയം, 2019 കവളപ്പാറയിലും 2020 പെട്ടിമുടിയിലും ഉണ്ടായ ഉരുൾപൊട്ടലുകൾ എന്നിവ അതത് പ്രദേശങ്ങളിലെ ജനജീവിതം ദുസ്സഹമാക്കിയിരുന്നു. ദുരിത നിവാരണവും ലഘൂകരണവും എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് കൊളാഷ് കൊടുത്തിട്ടുണ്ട്. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്കായി കേരളം ഒന്നിച്ചിരുന്നു 2018 പ്രളയവുമായിട്ട് ബന്ധപ്പെട്ട്. സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയും യുവജനങ്ങൾ, വ്യാപാരികൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഈ വലിയ പ്രകൃതി ദുരന്തത്തിൻ്റെ തീവ്രത കുറയ്ക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നടക്കുക എന്ന് ചോദിച്ചാൽ, ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനമുണ്ട്, ദുരന്ത സമയത്ത് രക്ഷാപ്രവർത്തനമുണ്ട്, ദുരന്താനന്തര പ്രവർത്തനം, അങ്ങനെ 3ആയിട്ട് തിരിക്കാം. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനങ്ങളിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചില ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയുക, ദുരന്ത സാധ്യതാ മേഖലകളിൽ മുന്നറിയിപ്പുകൾ നൽകി ബോധവൽക്കരിക്കുന്നതിനും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുക. അതുപോലെ ദുരന്ത സമയത്ത് എന്താ ചെയ്യുക? രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനം ഒരുക്കുക, ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിച്ച് ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം, ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണം നടത്തുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ദുരന്താനന്തരം എന്ത് ചെയ്യാം? ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികളൊക്കെ സ്വീകരിക്കാനാണ് പറ്റുന്നത്. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെല്ലുണ്ട്, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെങ്കിൽ ഇത്തരം വകുപ്പുകളൊക്കെ എന്തുണ്ട്? നമ്മുടെ പ്രകൃതി ദുരന്തങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിവാരണത്തിനും ലഘൂകരണത്തിനുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ചാപ്റ്ററായിട്ട് ഉടനെ തന്നെ കാണാം. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. PSC പഠിക്കുന്ന, സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ VFA കോൺസെൻട്രേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു.